സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താ പറയുക ക്വസ്റ്റ്യൻ, എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണെന്നും പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം, ഒരു എഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു എഗ്രിമെൻറ്റിനെ ലോ എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോർട്ട് ആ എഗ്രിമെൻറ്റിനെ സമ്മതിക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലോ അത് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ബേസിക്കായിട്ട് ഇപ്പോൾ എന്ത് വേണം, ഒരു എഗ്രിമെൻറ്റ് വേണം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആയിരിക്കും. എഗ്രിമെൻറ്റിന് മാത്രമാണ് ഒരു കോൺട്രാക്റ്റായിട്ട് മാറാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. കാരണം എന്താണ്, ആ ഒരു എഗ്രിമെൻറ്റ് ലോയിൽ എൻഫോഴ്സ് ആയില്ലെങ്കിൽ അതൊരിക്കലും കോൺട്രാക്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ എഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായി മാറുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തെയാണ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്. നമുക്കറിയാം, ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്ന എപ്പോഴാണ്, ഒരു ഓഫർ ഉള്ളപ്പോഴാണ്. ആ ഓഫറിനെ നമ്മൾ സ്വീകരിക്കുന്നതിനാണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ് ആബ്സല്യൂട്ട് ആവണം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ അവിടെ ഓഫറിൻ്റെ ടേംസ് തന്നെയായിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓഫറിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതെന്തായി മാറും, അതൊരിക്കലും ഓഫറോ ആക്സെപ്റ്റൻസ് ആവില്ല. പകരം അതിനെ കൗണ്ടർ ഓഫർ എന്ന് പറയും. നമ്മൾ ഓഫർ ആക്സെപ്റ്റൻസിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ, ആ ഒരു ഓഫർ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലാണ്ട് അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അത് കൗണ്ടർ ഓഫറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്, നമ്മുടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആയിരിക്കണം. രണ്ടാമത്തെയാണ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ആരാണ് ഈ ഓഫറർ? നമുക്ക് ഓഫർ കൊണ്ടുവരുന്ന ആളാണ് ഓഫറർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആക്സെപ്റ്റൻസ് നമ്മൾ ഓഫററോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ എന്താണ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അല്ലേ, നമ്മൾക്ക് ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും അല്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം അല്ലെങ്കിൽ തന്നിരിക്കുന്ന റീസണബിൾ ടൈമിൽ തന്നെ നമ്മൾ ആക്സെപ്റ്റൻസ് അറിയിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഓഫർ അല്ലെങ്കിൽ കോൺട്രാക്റ്റോടെ ലാപ്സായി പോകും. പിന്നെന്താണ്, ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓഫർ തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന രീതിയിലായിരിക്കും നമ്മൾ ആക്സെപ്റ്റൻസ് പറയേണ്ടത്. ലൈക്ക് ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഓറൽ ആയിരിക്കാം, എങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ ആക്സെപ്റ്റൻസ് കൊടുത്താൽ മാത്രമാണത് വാലിഡ് ആവുന്നത്. ഓക്കെ, അടുത്താണ് ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു പ്രൊപ്പോസലിനെ പറ്റി അല്ലെങ്കിൽ ഓഫറിനെ പറ്റി കറക്റ്റായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിട്ട് വേണം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ഇതിങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ഓഫർ ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ ആ ആക്സെപ്റ്റ് തരുന്ന സമയത്ത് ആ ഓഫറിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത, ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. നമ്മുടെ മൗനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റൻസ് എടുക്കാൻ പാടില്ല. ലൈക്ക് മൗനം സമ്മതം എന്ന കൺസെപ്റ്റ് വാലിഡ് അല്ല. നമ്മൾ കാര്യമായിട്ട് തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് ആക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ പാർട്ടി ലൈക്ക് നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഓഫറി മിണ്ടാണ്ടിരുന്നു അല്ലെങ്കിൽ ആ ഒരു മൗനത്തെ സമ്മതമായിട്ട് ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ആക്സെപ്റ്റൻസിന് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വന്നാൽ മാത്രമാണ് ആ ആക്സെപ്റ്റൻസ് വാലിഡ് ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, മിസ്റെപ്രസെൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു പാർട്ടീനെ പറ്റിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടീനെ നമ്മൾ ലൈക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഡിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. പക്ഷേ എന്നാൽ ഫ്രോഡിൻ്റെ കേസിൽ നോക്കാൻ നമ്മൾ മനഃപൂർവ്വം ഒരാളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, അവിടെ ഒരു വ്യക്തി അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് കരുതി ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ
പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് വെച്ചാൽ ഓണസ്റ്റ്ലി അയാൾ കരുതുന്നത് അത് ട്രൂത്ത്ഫുൾ ആണെന്നാണ്, അത് അറിഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. പക്ഷേ ഫ്രോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് അറിഞ്ഞിട്ടും അത് ട്രൂ ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനാണ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത് മിസ്റെപ്രസെൻ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ നഷ്ടം വന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഡാമേജിന് സ്യൂ ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പോയി കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഫ്രോഡിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഡാമേജിന് നമുക്ക് കോർട്ടിൽ പോയിട്ട് കേസ് കൊടുത്ത് നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാവുന്നതാണ്. ഇനി ഫ്രോഡ് എന്ന് പറയുന്നത് ക്രിമിനൽ ലോ പ്രകാരം അതൊരു ഒഫൻസാണ്. പക്ഷേ മിസ്റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ഒരു ക്രിമിനൽ നേച്ചറുള്ള ഒന്നുമല്ല, അതൊരു ഒഫൻസ് ഒന്നുമല്ല. പിന്നെ അടുത്തത് മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു നഷ്ടം വന്ന പാർട്ടിക്ക് ചിലപ്പോൾ ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല, ആ കോൺട്രാക്റ്റിൽ നിന്ന് ചിലപ്പോൾ മുന്നോട്ട് നീങ്ങേണ്ട വരും. പക്ഷേ ഫ്രോഡിൻ്റെ കേസിലാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ വച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയാണ് ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്.